ഇന്ന് നമ്മൾ ഹൂ നോസ് ഫാദർ ബെറ്റർ ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ അച്ഛൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കയ്യിൽ ബുക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബുക്കിൽ ഞാനും അമ്മയാണ് കളിക്കുന്നത്. അപ്പോൾ അച്ഛൻ 12 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ അച്ഛൻ എഴുതിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. മലയാളത്തിലാണ്, ഇംഗ്ലീഷാണ് എഴുതിക്കുന്നത്, പക്ഷേ മലയാളത്തിലാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതാം. അപ്പോൾ അച്ഛന് ശേഷം നമുക്ക് ടൈം ഉണ്ട്, അതിനുള്ള ആൻസർ എഴുതാം നമ്മൾ രണ്ടുപേരും. അപ്പോൾ അച്ഛൻ എന്നിട്ട് ആൻസർ പറയുമ്പോൾ നമ്മൾ ഏതാണ് ആൻസർ എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ ഒരു പോയിന്റ്, അല്ലെങ്കിൽ പോയിന്റ് ഇല്ല. അങ്ങനെ 12 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ആർക്കാണോ അവർ ജയിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ചാലഞ്ചാണ്, നമുക്ക് രണ്ടുപേർക്ക് അറിയാം നല്ലപോലെ അച്ഛനെ. അപ്പോൾ ജസ്റ്റ് ഒരു ഇതാണ്, ചാലഞ്ചാണ്. അപ്പോൾ ഞാനൊരു ബുക്ക് അമ്മയ്ക്ക് ഇപ്പോൾ തരാം. അമ്മയ്ക്കൊരു ബുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ബുക്കുണ്ട്, വേറെ ബുക്കോട് ബാക്കി ഇവിടെ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആൻസർ അച്ഛൻ ജസ്റ്റ് പറയുന്നതാണ് കേട്ടോ. ഒരു മിനിറ്റ്, നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ അച്ഛാ, റെഡി അല്ലേ അച്ഛാ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചാലഞ്ച് തുടങ്ങാം. അച്ഛൻ ചോദിച്ചോളൂ അച്ഛാ. അമ്മ റെഡി അല്ലേ? ഒന്നാമത്തെ ചോദ്യം, എൻ്റെ മോഹം എന്തായിരുന്നു? അപ്പോൾ ചൈൽഡ്ഹുഡില്ലേ, പണ്ടത്തെ അല്ലേ, പണ്ടത്തെ ആഗ്രഹം എന്തായിരുന്നു അല്ലേ? ഓക്കെ, എന്താവാൻ, അങ്ങനെയാണോ? എങ്ങനെ എന്താവാനായിരുന്നു? ഓക്കെ, കഴിഞ്ഞ നമ്മുടെ ഓക്കെ, നമുക്ക് പറയാം. 3, 2, 1 അത് പറഞ്ഞ ആൻസർ പറഞ്ഞോ. അപ്പോൾ അത് കറക്റ്റാണ്. ഞാൻ ടീച്ചർ, നമ്മ അധ്യാപകൻ മലയാളത്തിൽ എഴുതിയിട്ടാ. അപ്പോൾ നമുക്കൊരു പോയിന്റ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? വീട്ടിലാണ്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ അമ്മ എഴുതില്ലേ? ഒരു മിനിറ്റ്, അമ്മ എഴുതിട്ടില്ല. എഴുതി അമ്മേ. ഓക്കെ, പറയട്ടെ. 3, 2, 1 അച്ഛൻ പറഞ്ഞോളൂ. ഉപ്പുമാവ്. എനിക്ക് തോന്നി ഞാൻ ഉപ്പുമാവാണ് കൈസ് എഴുതിയത്. ഇവിടെ കണ്ടോ? അമ്മ ഇഡ്ലിന്ന് ചോദിച്ചു. ഇഡ്ലി സാമ്പാർ. അപ്പോൾ ഞാൻ എനിക്ക് അറിയാട്ടോ ഉപ്പുമാവാണെന്നത്. അപ്പോൾ എനിക്കൊരു പോയിന്റ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് പോയിന്റ് ഇല്ല കേട്ടോ. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഉപ്പുമാവ് നല്ല ഇഷ്ടമാണ് എപ്പോഴും പറയണത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് തൊട്ട് ഞങ്ങൾ ആൻസർ ഒരുമിച്ചായിട്ട് പറയാം. അങ്ങനെ പറയാട്ടോ, കുറച്ച് ചേഞ്ച് ആക്കാം. പറഞ്ഞോളാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ, എൻ്റെ ഫേവറേറ്റ്, എൻ്റെ ഇഷ്ടപ്പെട്ട വസ്ത്രധാരണം എന്താണ്? പിന്നെ കംഫോർട്ടബിൾ ആയിട്ടുള്ളതല്ലേ? ഓക്കെ, എൻ്റെ ഒരു ഇതിൽ ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 3 നമ്മൾ ഒരുമിച്ച് പറയാം ആൻസർ. അല്ലല്ല, ഒരുമിച്ച് പറയാം. 3, 2, 1 ഷർട്ട് മുണ്ട്. ആണോ? ഞാൻ പെട്ടെന്ന് വേറെ തോന്നി വെച്ചോ. കറക്റ്റ്. അച്ഛൻ ഇപ്പോൾ ഇട്ട ഷർട്ട് മുണ്ടാണേ. നാലാമത്തെ, എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി നെക്സ്റ്റ് അല്ലേ? എനിക്കറിയാം. ഓക്കെ, ഞാൻ എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ 3, 2, 1 ചാൻസ് പറഞ്ഞോളൂ. യാത്രകളാണ്. ഞാൻ കഥാകാരൻ കുറെ യാത്ര ചെയ്യുക. അയ്യോ, അപ്പൊ അമ്മയ്ക്ക് പോയിന്റ് കിട്ടി, അമ്മയ്ക്ക് കിട്ടി യാത്ര ചെയ്യുക. അപ്പൊ അച്ഛന് കഥാകാരൻ അച്ഛല്ലേ പറഞ്ഞ കഥാകാരൻ. അപ്പൊ അങ്ങനെ എന്നാ ശരി. അയ്യോ, എനിക്ക് പോയിന്റ് ഇല്ല. ഓക്കെ, പോയിന്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോളൂ അച്ഛാ. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനാണ്. എൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്നത് എന്താണ്? ഓക്കെ, അപ്പോൾ 3, 2, 1 പറഞ്ഞോളൂ അച്ഛാ. സംഗീതമാണ്. റേഡിയോ. സംഗീതം തന്നെ എഴുതിയിട്ടുണ്ട്. റേഡിയോയില് സംഗീതല്ലേ? റേഡിയോ ശരിയല്ലേ? അരമാർക്ക്. റേഡിയോ എന്ന് പറയുമ്പോ അല്ല, റേഡിയോ സന്തോഷല്ലേ? സംഗീതമാണ്. റേഡിയോ എല്ലാ പ്രോഗ്രാം ഉണ്ടല്ലോ. സംഗീതം എനിക്ക് പോയിന്റ് ഇല്ല.
അയ്യോ കാണും. ഞാൻ വിചാരിച്ചു റേഡിയോ എന്ന് എഴുതുമ്പോൾ. റേഡിയോയാണ് ഓക്കെ, അപ്പം റേഡിയോ തന്നെ ഇഷ്ടം. തദ്ദേശം. അപ്പം അതിന് ആറാമത്തേട്ടാ. ആറാമത്തെ ചോദ്യം, എൻ്റെ ഫേവറേറ്റ് കളർ എന്താണ്? എനിക്കറിയാം, പക്ഷെ അതാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ രണ്ടെണ്ണം എനിക്കറിഞ്ഞു. ഓക്കെ പറഞ്ഞോളൂ. 3, 2, 1. പച്ച. ഞാൻ വെള്ളം നീര്. അതിന് അല്ലാതെ നമുക്ക് അതിന് ബ്ലൂ ഇഷ്ടല്ല. പച്ചയൊക്കെ പോയി പൊളിഞ്ഞു പോയി. അതാണ് അങ്ങനെയായിരുന്നു. ഇനി ഏഴാമത്തേട്ടാ. ഏഴാമത്തെ ചോദ്യം, എൻ്റെ ഏത് സ്വഭാവമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു അല്ലേ? എനിക്കറിഞ്ഞു. എനിക്കറിയില്ല. അപ്പം ഞാൻ എഴുതുന്നു. ചിട്ട. അയ്യോ ഇംഗ്ലീഷ് ഞാൻ സ്മാർട്ട്നെസ്, കോൺഫിഡൻസ്. ചിട്ടയുടെ ഇംഗ്ലീഷ് എന്താ? ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. എൻ്റെ ഫേവറേറ്റ് ഉത്സവം ഏതാണ്? എനിക്കറിയാവുന്നുണ്ട്. ഞാൻ രണ്ടെണ്ണം എഴുതി. എനിക്ക് ഞാൻ മിനിറ്റ്. ഓക്കെ പറഞ്ഞോളൂ. 3, 2, 1. ഓണം. യെസ്. അയ്യോ ഓണം. ദീപാവലി. ഞാൻ ദീപാവലി നേതാന്ന് വെച്ചത്, പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഓണം എന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ എനിക്കൊരു പോയിന്റ് കേട്ടാ. ഞാൻ വെച്ചു ഒരു ഗ്രാമം കുറച്ച് സ്വീറ്റ് കിട്ടു. 9. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ഏത് തരത്തില്? വിച്ച് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റം അല്ലേ? ആ 3, 2, 1. മധുര പലഹാരം. സ്വീറ്റ്. ശരിയാ. ഓക്കെ, പത്താമത്തത്, 10ാമത്തെ ക്വസ്റ്റ്യനാ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഇൻഡോർ ഗെയിം ഏതാണ്? എനിക്കറിയാം. അയ്യോ ഓക്കെ, ഞാൻ റെഡി. അമ്മ റെഡിയാണോ? 3, 2, 1. ഞാൻ കൊടുത്തിട്ട് പറഞ്ഞോച്ചാ. സ്ക്രാബിൾസ് അല്ലേ? സ്ക്രാബിള്. നല്ല സുഖം. ചെസ്. ചെസ് ഞങ്ങൾ കളിക്കാറ്. ഞാൻ സ്ക്രാബിള് ഞാൻ ചിലപ്പം കളിക്കാറ് കേട്ടോ. യെസ്. അപ്പം ഇനി 2 ക്വസ്റ്റ്യൻ കൂടിയാണ് ഉള്ളത് കേട്ടോ. നമുക്ക് നോക്കാം. യെസ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ പോകുവാൻ ഉദ്ദേശിക്കുന്ന ഇഷ്ടപ്പെടുന്നല്ലേ അത് ഉദ്ദേശിക്കുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? ഇടയ്ക്കിടെ പോകുവാൻ ഉദ്ദേശിക്കുന്ന ഫേവറേറ്റ് സ്ഥലം ഏതാണ്? പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്? അത് വിസിറ്റ് ടൂർ പോകണം അങ്ങനെയാണോ അതോ വെറുതെ പോകാനാണോ? വെറുതെ പോകാൻ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ശരിയാണ്. ഓക്കെ അല്ലേ? 3, 2, 1. അമ്പലം. യെസ്, എനിക്ക് തോന്നി. ഗുരുവായൂർ അമ്പലം. അതന്നെ അമ്പലം അല്ലേ? അത് പോയിന്റ് കിട്ടും. അമ്പലം ഏത് അമ്പലമായാലും കുഴപ്പമില്ല, പേരായാലും മതി. ഞാൻ ടെമ്പിളിൽ മാത്രമേ അത് കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 12. 12ാമത്തത്. ഞാൻ TV-യിൽ ഏറ്റവും കൂടുതലായി കാണുവാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം എന്താണ്? എന്താണ് കാണാറുള്ളത്? ആ, 3, 2, 1.
ന്യൂസ് ന്യൂസുകളാണ്. അല്ലേ? അമ്മ ന്യൂസ് ആണോ എഴുതിക്കണേ? ഓക്കെ. അപ്പം നമുക്കിനി എണ്ണാട്ട എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 12 ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എണ്ണട്ടേക്കാം. അമ്മ എണ്ണിക്കോളൂ എത്രയുണ്ടെന്ന്. ഒരു പോയിന്റ് കേട്ടോ. എത്രയും 7 point. 8 അല്ലേ? ആ ഇവിടെ 8 എണ്ണം ഉണ്ട് അല്ലേ? അപ്പം എനിക്ക് 8 ഉള്ളത് കേട്ടോ. എനിക്ക് 7. കീർത്തന 8 പോയിന്റും അമ്മ 7 പോയിന്റും. അടുത്തടുത്താണ്, 1 പോയിന്റ് വ്യത്യാസമുള്ളോ? ആര്യ സിന്ധു 7 പോയിന്റ് വന്നിരിക്കുന്നത്. കീർത്തന ഈ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നു. നേടിയിരിക്കുന്നു. നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. എന്തായാലും സപ്പോർട്ട് സബ്സ്ക്രൈബ് ബൈ.